പലപ്പോഴും പറയാറുണ്ട് റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം സ്ട്രെസ്സാണ്, വളരെയധികം തലവേദനയാണ്, ഒരു സ്വസ്ഥതയില്ല, മനസ്സമാധാനമില്ല, എനിക്ക് ജീവിതത്തിൽ ഉറക്കമില്ല, ഭക്ഷണം പോലും കഴിക്കണമെന്നില്ല എന്നുള്ളത് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും ഒരു പാർട്ട്ണറെങ്കിലും അത് പറയാതിരിക്കാറില്ല. സോ അതിൻ്റെ കാരണം എന്താണ്? ആ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, എന്തെല്ലാം ചെയ്താൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പറയുമ്പോൾ ഒരു 10, 25, 30 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ പിന്നെയും പിരിയേണ്ടി വരുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ എക്സ് ലവേഴ്സ് ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയല്ലേ. സോ പ്രണയമാണെങ്കിലും ബന്ധമാണെങ്കിലും ശരി, അതിനകത്തൊരു പഠനം ആവശ്യമാണ്. കാരണം ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാണിന് മറ്റൊരാണിനെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് സമയം വേണം അതിന്. എന്നാൽ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കി വെച്ചാൽ അതുമില്ല. കാരണം എന്താ, അവരുടെ ഇടയിൽ പിന്നെയും വഴക്കാണ്. പിന്നെ ഒരാണും പിന്നെ ഒരു പെണ്ണും കൂടി ആകുമ്പോഴത്തെ കാര്യം നമ്മൾ പറയണോ, തെക്കും വടക്കും പോലെ ഇരിക്കും. ഒരു ബന്ധം ഉണ്ടാകത്തില്ല. സിമിലാരിറ്റീസ് ഉണ്ടാകും, ഇല്ല എന്നല്ല പറയണത്. പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആണും പെണ്ണും ആയതുകൊണ്ട് തന്നെയാണ്. അത് അവരുടെ കുറ്റവും തെറ്റൊന്നുമല്ല. സോ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം ബന്ധങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്തെല്ലാം ഇൻപുട്ടുകൾ ഇടണം. അങ്ങനെ നല്ല രീതിയിൽ ഇൻപുട്ടുകൾ ഇട്ടെങ്കിൽ മാത്രമേ ഒരു ചെടി വളരുന്ന പോലെ അത് വളരുള്ളൂ. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് ഏത് ബന്ധമാണെങ്കിലും.